സഹൃദയ സുഹൃത്തുക്കളെ, ഏകദേശം 1.5 മാസമായി നടന്നു വരുന്ന ഓണാഘോഷ കലാ സാംസ്കാരിക മത്സരങ്ങൾക്കെല്ലാം കലാപരിപാടികൾക്കെല്ലാം ഇന്ന് ഒരു താൽക്കാലികമായ വിരാമമിടുകയാണ്. ഇന്ന് ഈ വർഷത്തെ പ്രവർത്തക സമിതിയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ സമാജാംഗങ്ങൾക്കും മറ്റു മാന്യ പ്രേക്ഷകർക്കും പ്രവർത്തക സമിതിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കേരളത്തിൽ നിന്നെത്തിയ 2 അതിഥികളാണ്. ഒന്ന്, സരസ സംഭാഷണങ്ങളിലൂടെ മലയാളത്തിൻ്റെ മനം കവർന്ന ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷണമുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഇന്ന് പല സോഷ്യൽ മീഡിയയിലും അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ വന്നിരുന്നു. ആ ഇന്നലത്തെ 1 മണിക്കൂർ സമയം കഴിഞ്ഞത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അത്തരത്തിലൊരു സംഭാഷണമായിരുന്നു. ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നിറഞ്ഞ സദസ്സിൽ തന്നെയായിരുന്നു ഇന്നലെ അദ്ദേഹം സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന് ദുരുവണ്ണൂർ കേരള സമയത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ഖദീജ മാഡം, ഡോക്ടർ ഖദീജ, ഡോക്ടറാണെങ്കിലും ഡോക്ടർ എന്നറിയപ്പെടാറില്ല. കാര്യം സാഹിത്യ സാംസ്കാരിക വേദിയിലാണ് ആ മാഡത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. ഇന്നലെ അതുപോലെ തന്നെ വളരെ സരസ സംഭാഷണത്തിലൂടെ ഈ മധുരമായ മലയാളത്തിനെ ആസ്വദിക്കാൻ വന്നെത്തിയ ഒരു കൂട്ടം ജനതയെ ആകർഷിച്ച മാഡം ഡോക്ടർ ഖദീജ മുംതാസിന് ദൂരവാണ് കേരള സമാജത്തിൻ്റെ ഔദ്യോഗികമായ സ്വാഗതം. മാഡം, മലയാളവും കന്നഡയും 2 ഭാഷാ സംസ്കാരങ്ങൾക്ക് ഒരു പാലം തീർത്തു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയിക്കാനില്ല. കാരണം കന്നഡ സംസ്കാരത്തിനെ മലയാളികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു വലിയൊരു വ്രതമായി ഏറ്റെടുത്തിരിക്കുന്ന ശരീരാസുഖങ്ങൾക്കുള്ളിൽ ഇടയിലും വളരെ ഒരു വ്രതമായി ഏറ്റെടുത്തിരിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ കൈരളി നിലയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധ്യക്ഷനുമായ ശ്രീ സുധാകരൻ രാമന്തളിക്ക് ഈ കേരള സമാജത്തിൻ്റെ സ്വാഗതം. സർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേ പടവുകൾ ചവിട്ടി ചെറുപ്രായത്തിൽ ഉന്നതിയിലെത്തിയിരിക്കുന്ന, ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഭാഷണങ്ങൾ നടത്തിവരുന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ടീം ഭാരതത്തിൻ്റെ 75ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി ഭാരതത്തിലെ 75 വനിതകളെ സെലക്ട് ചെയ്തിരിക്കുന്നു. സ്റ്റീം, സയൻസ്, ടെക്നോളജി ആൻഡ് അതേഴ്സ്. അതിൽ ഒരാളായി സെലക്ട് ചെയ്യപ്പെട്ട നമ്മുടെ ഈ ദുരവാൺ നഗറിൻ്റെ കുഞ്ഞുമോളായ ബിനീഷ നമ്പ്യാർക്ക് സ്വാഗതം, സുസ്വാഗതം. വേദിയിൽ എൻ്റെ സുഹൃത്തുക്കളാണ് മറ്റു പലരുമുള്ളത്. ഞങ്ങൾ ഇപ്രാവശ്യം പ്രവർത്തക സമിതി ഒരു പ്രത്യേക തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. 2 തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഒന്ന്, ഈ നമ്മുടെ സ്ഥല പരിമിതികൾക്കുള്ളിൽ 8 സോണുകളിലായി പ്രവർത്തിക്കുന്ന സമാജത്തിൻ്റെ ഈ പ്രവർത്തന മേഖലകളിലെല്ലാം കുറേയധികം മലയാളികൾ ഇനിയും അംഗത്വം എടുക്കാതെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ തീരുമാനം സമാജത്തിൻ്റെ ഒരു മെമ്പർഷിപ്പ് ഡ്രൈവാണ്. അതിന് നിങ്ങളുടെ ഏവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ മാരേജ് ചെയ്ത കുടുംബങ്ങളായി താമസിക്കുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങളെ സംഘടനയുടെ അംഗത്വം എടുക്കുവാനും നിങ്ങളുടെ അടുത്ത വീടുകളിൽ താമസിക്കുന്ന മറ്റു മലയാളികളെയെല്ലാം ഈ സംഘടനയുടെ അംഗങ്ങളാക്കുവാനുള്ള ഒരു പരിശ്രമം അടുത്ത ഈ 1-2 മാസങ്ങളായിട്ട് ഞങ്ങൾ തുടരുകയാണ്, നിങ്ങളുടെ സമ്പൂർണ്ണ സഹകരണങ്ങളോടെ. രണ്ടാമത്, അടുത്ത ഒരു ജനറേഷൻ, നെക്സ്റ്റ് ജനറേഷൻ ടീമിനെ സജീവമാക്കുക എന്നുള്ളത് ഇന്നല്ല, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പല അധ്യക്ഷന്മാരും, നമ്മുടെ മുൻ അധ്യക്ഷനായ പീറ്റർ ജോർജ്, അതുപോലെ MS ചന്ദ്രശേഖരൻ, ശ്രീ മുരളീധരൻ,
ശ്രീ അഡ്വക്കേറ്റ് കൃഷ്ണൻ, അങ്ങനെ തുടങ്ങി ഞാൻ വിട്ടുപോയെങ്കിൽ ക്ഷമിക്കുക, കാണുന്നില്ല മറ്റുള്ളവർ, ഇന്നിവിടെ വന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ തുടങ്ങി വെച്ച ഒരു സമ്പൂർണ്ണ പ്രോഗ്രാമാണ്, ഒരു പദ്ധതിയാണ് യുവജനങ്ങളെ അണിനിരത്തുക. യുവജനങ്ങളെ അടുത്ത പ്രവർത്തനങ്ങളിലേക്ക് അനയിക്കുക. അതൊരു ഒരു 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 പദ്ധതിയായിട്ട് തന്നെ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നടക്കുന്ന ഇവിടെ കാണുന്ന എല്ലാ സജ്ജീകരണങ്ങളും അവർ ചെയ്തതാണ്. ഞങ്ങൾ ഇപ്പോഴത്തെ പ്രവർത്തക സമിതിയിൽ ഏകദേശം എന്നെ പോലെ തന്നെ പലരും സീനിയർ സിറ്റിസൻസാണ്. പക്ഷേ അതിൻ്റെ ഒരു കുറവും ഇവിടെ കണ്ടിട്ടില്ല. ഭക്ഷണം അറേഞ്ച് ചെയ്യുന്നതിലാണെങ്കിലും അല്പം ചില അപാകതകൾ നമ്മുടെ എല്ലാവർക്കും ചേർന്ന് പറ്റിയിട്ടുണ്ട്, ആ കൂപ്പൺ കൊടുക്കുന്ന കാര്യത്തിലും മറ്റും. പക്ഷേ ആർക്കും ഭക്ഷണമില്ലാതായിട്ടില്ല, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സമൃദ്ധമായ ഒരു സദ്യ തന്നെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സമൃദ്ധമായ ഒരു കലാസദ്യ ഇവിടെ ആസൂത്രണം ചെയ്യുകയാണ്. വേദിയിലിരിക്കുന്ന എൻ്റെ മറ്റു സുഹൃത്തുക്കൾ, ഡെന്നിസ് പോൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, സമാജത്തിൻ്റെ മുഖ്യധാര പ്രവർത്തകനും ഇന്ന് സമാജത്തിൻ്റെ സാഹിത്യ വിഭാഗം ചെയർമാനുമാണ്. വിജയൻ, MP വിജയൻ, സമാജത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ്, എന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉള്ള രാധാകൃഷ്ണൻ ട്രഷറർ, കാര്യം പൈസയുടെ കാര്യമല്ലേ, രാധാകൃഷ്ണൻ ട്രഷറർ, ശ്രീ ദിവാകരൻ, അദ്ദേഹം കേരള സമാജത്തിൻ്റെ മുൻ അധ്യക്ഷനും ഇപ്പോഴത്തെ സ്കൂൾ സെക്രട്ടറിയുമായി നമ്മുടെ ഈ പ്രവർത്തക സമിതിയുടെ മുന്നിലുണ്ട്. അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ മറ്റൊരു കാര്യം കൂടെ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്നും രാവിലെ സമാജത്തിൻ്റെ ഒരു ന്യൂസ് നിങ്ങളുടെ വാട്സാപ്പിലുണ്ടാവും. വാട്സാപ്പ് വായിച്ചിട്ട് കുറേയധികം പ്രതികരണങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ നന്നായിട്ട് സജീവമായിട്ട്, അതായത് ദൈനംദിന കാര്യങ്ങൾ സമാജത്തിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു വരികയാണ്, ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം വിജയിക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. മറ്റൊന്ന്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളിവിടെ ആരംഭിച്ച ഒരു പ്രസ്ഥാനമുണ്ട്, വനിതാ വിഭാഗം. വളരെ ശക്തമായ ഒരു ടീം അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒരാളിൻ്റെ, ഗ്രേസി മാഡത്തിൻ്റെ പേര് മാത്രം ഇട്ട് പറഞ്ഞാൽ മറ്റു പല സ്ത്രീകൾക്കും വിഷമമുണ്ടാവും. അതുകൊണ്ട് മറ്റുള്ളവരെ എല്ലാവരുടെയും ആ സഹകരണം തന്നെയാണ് ആ സംഗതി, ആ സമ്പ്രദായം നമുക്ക് വിജയകരമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഓണച്ചന്ത മാത്രമല്ല, എല്ലാ പ്രവർത്തനങ്ങളിലും വനിതാ വിഭാഗത്തിൻ്റെ സമ്പൂർണ്ണ സഹകരണങ്ങളുണ്ട്. ഗ്രേസി മാഡം, പി സി ജോണി അതുപോലെ എടുത്തു പറയത്തക്ക ഒരു വ്യക്തി, എപ്പോഴും എന്നും ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വിജയനപുരമുള്ള സ്കൂളിൻ്റെ കാര്യത്തിലും രാവിലെ മുതൽ രാത്രി വരെ എന്നും അവധിയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ. അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതോടൊപ്പം സ്വാഗതം ആശംസിക്കുന്നു. ജോണി. വിനോദ് ശിവദാസ് അതുപോലെ രാവിലെ മുതൽ നിങ്ങളെ എല്ലാവരെയും അഭിസംബോധന ചെയ്ത് നിങ്ങളെല്ലാം വളരെ രസകരമായ രീതിയിൽ ഈ കലാപ്രവർത്തനങ്ങൾ ആസ്വദിക്കാൻ ഏർപ്പാട് ചെയ്ത എൻ്റെ കൊച്ചനിയൻ വിനോദ് ശിവദാസ് നമ്മുടെ ഇന്നത്തെ ഈ പ്രവർത്തക സമിതിയിലെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ ചുമതലകൾ വിജയനപുര സ്കൂളിൻ്റെ കാര്യങ്ങൾക്കായിട്ടാണ് ഞങ്ങൾ നിയോഗിച്ചിരിക്കുന്നത്. വിനോദ് ശിവദാസ്, സ്വാഗതം. മറ്റു പറഞ്ഞത് യൂത്ത് വിങ് ഇനി ഉള്ള വർഷങ്ങളിൽ തീർച്ചയായും യൂത്ത് വിങ്ങിൻ്റെ മുഖ്യധാര അവരുണ്ടാവും, യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തകരുണ്ടാവും. എന്നെപ്പോലെ പല അംഗങ്ങളും ദിനം പ്രതി വയസ്സായി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ സമ്പൂർണ്ണ സഹകരണം, അവരുടെ സപ്പോർട്ട് വേണ്ട ആവശ്യമാണ്. അതിന് ഈ വർഷങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലും മുൻകൈ എടുത്ത് ലീഡർഷിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ, എപ്പോഴും രാഹുലിനെ വിളിക്കുകയും പെട്ടെന്ന് പേര് കിട്ടിയില്ല, ആയിരുന്നിരിക്കുന്ന ആ ഐശ്വര്യപൂർണ്ണമായ മുഖം കണ്ടപ്പോൾ അങ്ങനെ കണ്ടോ രാഹുൽ. അങ്ങനെ എല്ലാം കൊണ്ടും സമൃദ്ധമായ ഒരു ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ ഉച്ച സമയത്തൊക്കെയുള്ള അന്തരീക്ഷം കണ്ടപ്പോൾ, ഇന്നത്തെ അറ്റൻഡൻസ് കണ്ടപ്പം ശരിക്കും സംതൃപ്തിയായി. ഇത്രയധികം വളരെയധികം പൈസ ചിലവൊക്കെയാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. ഇത് ആസ്വദിക്കാൻ കേരള സമാജത്തിന് അംഗങ്ങൾക്ക് കഴിഞ്ഞല്ലോ. എല്ലാ പ്രവർത്തനങ്ങളിലും, മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ എല്ലാം വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. സമ്പൂർണ്ണമായ സഹകരണങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഇവിടെ അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വളരെ ചില ആത്മാർത്ഥ സുഹൃത്തുക്കളായ പ്രവർത്തകരും മറ്റുമുണ്ട്. പേരെടുത്ത് പറഞ്ഞാൽ പലരെയും വിട്ടുപോകേണ്ടി വരും. പക്ഷേ പുറത്തുനിന്ന് വന്നിട്ടുള്ളതായിട്ടുള്ള
ഏറ്റവും ബാംഗ്ലൂർ മലയാളികൾക്ക് ഏറ്റവും സുപരിചിതനായ കിഷോർ, KR കിഷോർ എന്നും നമ്മുടെ ദൂരവണ്ണ് കേരള സമാജത്തിൻ്റെ സാഹിത്യ വിഭാഗ പ്രവർത്തനങ്ങളിൽ സമ്പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉണ്ട് ഇവിടെ. താങ്ക് യു. അതുപോലെ തന്നെ കുറേ അധികം ആൾക്കാരുണ്ട്. പറഞ്ഞു തരുവാണെങ്കിൽ വീണ്ടും വീണ്ടും പറയും. AK വത്സലൻ കേരള സമാജത്തിൻ്റെ നാടകവേദിയിലൂടെ ഇന്ന് ഏകദേശം എണ്ണം പറ്റാത്തില്ല, ദിവസം എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഇൻ്റർനാഷണൽ അവാർഡുകൾ കിട്ടിയിട്ട്. ചെറിയ അതായത് ഷോർട്ട് ഫിലിംസ് എടുത്തിട്ട് ഇൻ്റർനാഷണൽ അവാർഡുകൾ ദിവസം ഒന്നൊന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ സ്കോർ പറയുന്ന പോലെ. അതുകൊണ്ട് എത്രയെന്ന് കൃത്യമായിട്ട് പറയാൻ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നതാണ്. ഒപ്പം ഞങ്ങളുടെ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന മുൻകാലത്തെ അധ്യക്ഷന്മാരെയും ഞങ്ങളുടെ ഈ 1.5 മാസമായി നടന്ന സാംസ്കാരിക മത്സരങ്ങൾക്ക് വിധികർത്താക്കളായിട്ടുള്ളവരെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അല്പം താമസിച്ചു പോയി, ദയവായി ക്ഷമിക്കുക. ഇതിനോടൊപ്പം തന്നെ അത് നടത്തുന്നതാണ്. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം, സുസ്വാഗതം.